കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. നമുക്കൊന്നിച്ചായിരിക്കാൻ കർത്താവ് അനുവദിച്ചു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. യേശുക്രിസ്തു വരുന്നതിൻ്റെ മുമ്പായി ലോക ജനതയെ രണ്ടായിട്ട് ആയിരുന്നു കണ്ടിരുന്നത്. ഒന്ന് യഹൂദൻ എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ സന്തതി, പ്രമാണമുള്ളവർ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിന്നും ന്യായപ്രമാണം സ്വീകരിച്ചവർ. വാസ്തവത്തിൽ യഹൂദൻ എന്ന കൂട്ടരെ, യഹൂദൻ എന്ന ജാതിയെ, അല്ലെങ്കിൽ യഹൂദൻ എന്ന സമൂഹത്തെ ദൈവം തിരഞ്ഞെടുത്തത് ദൈവം ആരാന്ന് ലോകത്തിന് മുഴുവൻ വെളിപ്പെടുത്തി കൊടുക്കാൻ. ദാറ്റ് ഈസ് ദ മെയിൻ ഇൻറ്റൻഷൻ. എന്നാൽ യഹൂദൻ എന്ത് ചെയ്തു? ഇത് എൻ്റെ ദൈവമാണെന്ന് പറഞ്ഞ്, ഇസ്രായേലിൻ്റെ ദൈവമാണെന്ന് പറഞ്ഞ് അതിനെ ദേ മെയ്ഡ് ദെം ഓൺ ഗോഡ്. സോ യഹൂദൻ അല്ലാത്തത് മുഴുവൻ ജാതികളായി എന്ന് പറഞ്ഞാൽ അമേരിക്ക, ചൈന, ആഫ്രിക്ക, ഇന്ത്യ, എവിടെ ആയിക്കോട്ടെ, ഓൾ ആർ കോൾഡ് ജെൻറ്റൈൽസ്. യഹൂദനുമുണ്ട് ന്യായപ്രമാണമില്ലാത്ത, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവില്ലാത്ത മറ്റൊരു കൂട്ടർ ജാതികളെന്ന് പറഞ്ഞാൽ അവർ മനസാക്ഷിയെ അനുസരിച്ച് നടക്കുന്നവരെന്ന് പറയാം, മനസാക്ഷി ഇല്ലാത്തവരെന്ന് പറയാം. എന്നാൽ അവരുടെ പ്രമാണം എന്ന് പറയുന്നത് അവരുടെ മനസാക്ഷിയാണ്. നമ്മൾ ചിലപ്പം ചിലതൊക്കെ പറയുമ്പോൾ പറയാറില്ലേ, ഇവർക്ക് ഒരു മനസാക്ഷി ഇല്ലാത്തവരാണ്. അപ്പം മനസാക്ഷിക്ക് തക്കവണ്ണം അവർ നടന്നുകൊണ്ടിരുന്നവരാണ് ജാതികൾ, അല്ലെങ്കിൽ ദേ വർ പീപ്പിൾ വിത്തൗട്ട് എനി കണക്ഷൻ വിത്ത് ഗോഡ് എന്ന് പറയാം. കണക്ഷൻ വിത്ത് ഗോഡ് എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ, അവരുടെ ഭാവത്തിലുള്ള ഈശ്വര ചിന്ത ഉണ്ടായിരുന്നു. എന്നാൽ യഹൂദൻ അങ്ങനെയല്ല, വ്യക്തമായി ദൈവമാരാന്നറിയാം. എന്നാൽ ദൈവത്തിൽ നിന്നും പ്രമാണം പ്രാപിച്ചവരാ, എന്നാൽ ദൈവത്തിൻ്റെ യഥാർത്ഥ പരിപൂർണത അറിയാൻ മേലാത്തവരാ. ഈ രണ്ട് കൂട്ടർ നിലനിൽക്കെയാണ് ഒരിക്കലായി എന്നേക്കുമായി ദൈവം ആരാന്ന് വെളിപ്പെടുത്തുവാൻ യേശു വന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഒരിക്കലും ആരും ദൈവത്തെ കണ്ടിട്ടില്ല. യഹൂദനും കണ്ടിട്ടില്ല, ജാതിയും കണ്ടിട്ടില്ല, ഈ പറയുന്ന പ്രവാചകനും കണ്ടിട്ടില്ല, മോശയും കണ്ടിട്ടില്ല. ആരും ദൈവത്തെ നേർക്ക് നേർ കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു കാരണം, ദൈവം അടുക്കാൻ കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും, ദ ഗ്ലോറി ഈസ് സോ പവർഫുൾ, അത് കണ്ടെന്നവൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ല. അതുപോലത്തെ പവർഫുൾ ഗ്ലോറിയിൽ വസിക്കുന്ന ഒരു ദൈവമായതുകൊണ്ട് നൗ പല മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ദൈവത്തെക്കുറിച്ച്. ദൈവം ക്രൂരനാ, ദൈവം രോഗം തരുന്നവനാണ്, ദൈവം ഒരിക്കലും നല്ലത് ഉള്ളത് അല്ല, പക്ഷേ സ്ട്രിക്റ്റ്, അങ്ങനെയുള്ള പല മിസ്ഇൻഫർമേഷൻസ് എന്ന് പറയാം. അതിൻ്റെ മധ്യത്തിലാണ് യേശു വന്ന് ദൈവത്തെ വെളിപ്പെടുത്തി, ദൈവം സ്നേഹമാണെന്ന് വെളിപ്പെടുത്തി. എന്നിട്ട് യേശുവിൻ്റെ മരണ പുനരുത്ഥാനത്തോടെ, എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, എഫീഷ്യർക്ക് എഴുതിയ ലേഖനം നമ്മൾ ഒന്നിച്ച് ബൈബിൾ സ്റ്റഡി നടത്തിയപ്പോൾ 2-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ ദ ഹോൾ ഗോസ്പൽ ഈസ് റിട്ടൺ. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്താൽ യഹൂദനെന്നും യവനനെന്നും അവരുടെ മധ്യത്തിലുണ്ടായിരുന്ന നെടുച്ചോവർ, ദ മിഡിൽ വാൾ ഓഫ് സെപ്പറേഷൻ എന്നാണ് എഫീഷ്യർ 2-ൽ പറയുന്നത്. അത് എന്നേക്കുമായി അബോളിഷ് ചെയ്ത് മാറ്റി ഒരു പുതിയ ഒരു ആരംഭം, ന്യൂ കവനൻറ്റ്, ന്യൂ ബിഗിനിങ്. ഇനിയും റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, യഹൂദനെന്നും യവനെന്നും ആരുമില്ല, തൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ, അഥവാ യേശുവേ എന്ന് വിളിക്കുമ്പോൾ ഒരു പുതിയ സമൂഹം എഴുന്നേക്കുവാണ്. അതിൻ്റെ പേരാണ് ദൈവസഭ, ദൈവത്തിൻ്റെ മക്കൾ, കർത്താവിൻ്റെ മണവാട്ടി. സോ ഇന്ന് ചില രാജ്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ ജെൻറ്റൈൽ ചർച്ചും ജൂയിഷ് മെസ്സിയാനിക് ചർച്ചും എന്നൊക്കെ പറയാം. അങ്ങനത്തൊന്നും ഇറ്റ്സ് നോട്ട് ബിബ്ലിക്കൽ. ഇന്ന് ജാതിയിൽ നിന്ന് വന്നവരാണെന്നും യഹൂദിൽ നിന്ന് വന്നവരാണെന്നും അതൊന്നും അല്ല പ്രസക്തി യേശുവാണ്. യേശുവിൽ വിശ്വസിക്കുന്നവൻ സഭയായി മാറി. ഇന്ന് തോമസ് കുട്ടി ബ്രദറിൻ്റെ ഒരു വണ്ടർഫുൾ മെസ്സേജിലേക്ക് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്, തളരില്ല ചിറകുകളും എന്റെ കൂടെ പറക്കുവാൻ യേശുവുണ്ട്, എന്റെ കൂടെ പറക്കുവാൻ യേശുവുണ്ട്. ഓ തളരില്ല ചിറകുകൾ എന്റെ കൂടെ പറക്കുവാൻ യേശുവുണ്ട്. ഇരിക്കുവാൻ ഒരിടവും വേണ്ടെനിക്കിനി, എന്റെ കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. തളരില്ല ചിറകുകൾ എന്റെ
എന്റെ കൂടെ പറക്കുവാൻ യേശുണ്ട്. എന്റെ കൂടെ പറക്കുവാൻ യേശുണ്ട്. എന്റെ കൂടെ പറക്കുവാൻ യേശുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. എത്ര വലിയ പദവിയ ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു. പാപികളും ദോഷികളുമായിരുന്ന നമ്മളെ കർത്താവ് തൻ്റെ രക്തത്താൽ കഴുകിയെന്ന് മാത്രമല്ല, അധികാരികളായ മക്കളാക്കി കർത്താവ് മാറ്റി കഴിഞ്ഞിരിക്കുക. അതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് അന്ന് അത് ലോകരാജ്യങ്ങളുടെ ഒരു ഉച്ചകോടി സമ്മേളനം വിളിച്ച് ഞാൻ എഴുന്നേറ്റെന്നല്ല പറഞ്ഞത്. സാധാരണക്കാരായി തൻ്റെ കൂടെ നടന്ന മുക്കുവരും സാധാരണക്കാരുമായ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടങ്ങുന്ന ആ ഗ്രൂപ്പിൻ്റെ അടുക്കല പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെടും, ഞാൻ നിങ്ങളുടെ കൈ തരികയാണ്. ഇന്ന് നമ്മൾ നോക്കിയാൽ നമ്മുടെ ചുറ്റുമിരിക്കുന്നവർ വലിയ സമൂഹത്തിലെ ഉന്നതന്മാരോ ഒന്നും ആയിരിക്കത്തില്ല. റബ്ബർ വെട്ടുകാർ ഇതിനകത്തുണ്ട്, ഓട്ടോറിക്ഷ ഓടിക്കുന്നവരുണ്ട്, വീട്ടുജോലി ചെയ്യുന്നവരുണ്ട്, അപ്പോൾ തന്നെ അധ്യാപകരുണ്ട്, ഉന്നത ബിസിനസ്സുകാർ, പലരും നമ്മുടെ ചുറ്റുമിരിപ്പുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒന്ന് നിങ്ങൾ മറക്കരുത്, ഇവരെയാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് കടന്നു വന്ന് കണ്ടത്, ഇവർക്കാണ് വെളിപ്പെടുത്തിയത്, ഇവരെ കർത്താവ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ വളരെ ഉന്നതരും ബഹുമാന്യരുമാണ് നിങ്ങളുടെ ചുറ്റുമിരിക്കുന്ന. ലോകപ്രകാരം അവരാരാണെന്ന് നോക്കാതെ ക്രിസ്തുവിൽ അവരാരാണെന്ന് നോക്കി നമുക്ക് ഒരു 3-4 പേർക്കൊന്ന് കൈ കൊടുക്കണം. അവരുടെ വലിപ്പം തിരിച്ചറിഞ്ഞുകൊണ്ട്, ക്രിസ്തുവിലുള്ള മക്കളുടെ ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നെന്ന് പറയണം. പ്രൈസ് ദ ലോർഡ്. ക്രിസ്തുവിലായ നിങ്ങൾ ബഹുമാനിക്കപ്പെട്ട വ്യക്തിയാണ്. യു ആർ വെരി ഓണറബിൾ. പ്രൈസ് ദ ലോർഡ് ആൻഡ് ഓണേർഡ്. ഞങ്ങൾ നിങ്ങളെ ആദരിക്കുന്നു. ഇത് വാസ്തവമായ വാക്കാണ് ഞാൻ പറഞ്ഞത്, തമാശയല്ല. ദൈവം ലോകത്തിൽ തൻ്റെ ദൃഷ്ടി വെച്ചിരിക്കുന്ന മക്കളാണ്. ഉള്ളം കരത്തിൽ കർത്താവ് വരച്ചിരിക്കുന്ന മക്കളാണ്. തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പ്രിയ ജനമ. ഈ ദൈവ മക്കളെ ഒന്ന് മാനിച്ചു നോക്കി, കർത്താവിനെ മാനിക്കും. ചില യോഗത്തിനൊന്നും പോകത്തില്ല. എനിക്ക് പറ്റിയ ആൾക്കാരില്ല, എൻ്റെ സ്റ്റാൻഡേർഡിലൊന്നും ആരാധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ആരാധിക്കുക. സ്തോത്രം. പക്ഷെ ക്രിസ്തുവിൻ്റെ ആള് ചിലപ്പോൾ ലോകപ്രകാരം നമ്മുടെ സ്റ്റാൻഡേർഡ് കാണത്തില്ല. കർത്താവിനൊരു പ്രത്യേകതയുണ്ട്. തൻ്റെ ശിഷ്യന്മാരെ അയച്ചവൻ പറഞ്ഞു, അതും വേണം ഒത്തിരി സ്റ്റാൻഡേർഡ് ഉള്ളവരെ അയക്കായിരുന്നു. കുറച്ച് മുക്കുവന്മാരെയും ചുങ്കക്കാരെയും എല്ലാം വിളിച്ചിട്ട് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളും. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞേ, ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് സഹോദരിക്ക് അല്ല സഹോദരന് പോരാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാകുന്ന കേസാന്ന് പറഞ്ഞാൽ. ഈ നമുക്കിപ്പോൾ പത്രോസിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ സഭയുടെ ആചാര്യനായിട്ടും ഒക്കെ ഇരുത്താൻ. എല്ലാ സഭകൾക്കും ആരെ ഇഷ്ടമാണ്? പത്രോസിനെ അവരുടെ ആദ്യത്തെ ആളായിട്ട്. പക്ഷെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, അന്നുണ്ടായിരുന്നെങ്കിൽ പത്രോസിനെ പലരും അംഗീകരിക്കുകയില്ലായിരുന്നു. നമ്മുടെ പത്രോസ് അറിയത്തില്ലേ, അവിടെ ഗലീല തീരത്ത് മീൻ പിടിക്കുന്ന പുള്ളി. അയ്യോ, ആ പുള്ളിയുടെ സഭയിലോട്ടൊന്നും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പാർട്ടി ഞാനെങ്ങും ഇല്ല. അതല്ലേ സംഭവിച്ചേ? ഇത് കർത്താവ് മനഃപൂർവ്വം ചെയ്തതാണ്. കൈ കൊടുത്തൊരു ചെറിയ ഞെക്ക് കൊടുത്തിട്ട് പറ, നമ്മുടെ ഈഗോ വിളിക്കാൻ മനഃപൂർവ്വം ചെയ്തെന്നു. അതാണ് ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ അവൻ ഭോഷത്വമായതിനെ തെരഞ്ഞെടുത്തു. ആ കയ്യേലെന്ന് പിടിച്ച് നല്ലപോലെ ഞെക്കിട്ട് പറയണം, പൊളിയട്ടെ, അങ്ങനെ പൊളിയട്ടെ, ദുരഭിമാനമെല്ലാം പൊളിയട്ടെ. ഞാൻ ആരോ വലിയ ആളാണെന്നുള്ള ചിന്തയെല്ലാം പൊളിയട്ടെ. നമുക്ക് വേണ്ടി അവൻ ഒന്നുമല്ലാതെ ഇറങ്ങി വരുവാൻ, അത്യുന്നതനായ ദൈവം ഈ ലോകത്തിലൊരു സാധാരണ കുടുംബത്തിൽ ഇറങ്ങി വരുവാൻ അവിടത്തേക്ക് തിരികിതമായെങ്കിൽ എന്നാണ് ഒന്നുകൂടെ, ഞങ്ങളെയൊക്കെ ആദരിച്ചാലേ കർത്താവ് സ്വീകരിക്കത്തുള്ളൂ എന്നൊന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊക്കെ സ്റ്റാൻഡേർഡ് കുറവാൻ തോന്നിയാൽ ബ്രദറെ കുഴയാൻ സാധ്യതയുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, നിങ്ങളുടെ വാക്ക് സ്വീകരിക്കുന്നവൻ എൻ്റെ വാക്ക് സ്വീകരിക്കുന്നു, നിങ്ങളുടെ വാക്ക് സ്വീകരിക്കാത്തവൻ എന്നെ തള്ളിയിരിക്കുന്നു. ആമേൻ. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ വഹിക്കുന്നവർ മാന്യരാണ്, മഹാന്മാരാണ്.
ദൈവത്തിൻ്റെ കൃപ അവരുടെ മേലുണ്ട്. അവരുടെ ലോകപ്രകാരമുള്ള വലിപ്പമല്ല, കർത്താവ് അവരെ വലിയതാക്കി തീർത്തതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒന്ന് രണ്ട് പേരോട് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ ഒക്കെ തന്നെ സഭായം കൂടാൻ വരണമെന്ന് പറഞ്ഞു. ചിലരും സഭായോഗത്തിന് വന്നിട്ട് മൊത്തം ഒന്ന് നോക്കും, സ്റ്റാൻഡേർഡ് ഉള്ളവരുണ്ടോ എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് തിരഞ്ഞെടുത്ത മക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുക. അതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ഇനി ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ പോലും ഞാനിനി ജഡത്തിൽ വന്ന ഒരു മനുഷ്യനായി, ഒരു യഹൂദനായിട്ട് ഞാൻ അറിയുന്നില്ല. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു യഹൂദനല്ല, ലോകത്തിൽ വരുന്നതിന് മുമ്പ് യഹൂദനല്ല. ദാവീദ് പുത്ര എന്ന് യേശുവിനെ വിളിച്ചപ്പം ദാവീദ് പുത്രൻ എന്ന് പറയപ്പെട്ട യേശു പറയാണ്, ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ എന്നെ കർത്താവേ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാനെങ്ങനെ അവൻ്റെ മകനാണ്? അബ്രഹാമിൻ്റെ മകനെ എന്ന് വിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, അബ്രഹാം പിറക്കുന്നതിന് മുമ്പേ ഞാനുണ്ട് പോയി, അവന് ജീവൻ കൊടുത്തയാളാ ഞാൻ. നിങ്ങൾക്ക് മനസ്സിലാകാൻ, മനുഷ്യന് മനസ്സിലാകാൻ, മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന ദൈവമാവൻ. അവൻ സത്യ ദൈവവും നിത്യജീവനുമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. And the word became flesh. വചനമായവൻ, ദൈവമായവൻ എന്തെടുത്ത് സ്വീകരിച്ചു? ജഡം സ്വീകരിച്ച്. എന്തിനാ? നമുക്ക് മനസ്സിലാകാൻ. അതുകൊണ്ടാണല്ലോ എബ്രായ ലേഖനം 2:14 പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായകൊണ്ട് അവനും എന്ത് ചെയ്തു? ജഡരക്തങ്ങളിൽ വന്നു. ഒരു ഉറുമ്പും കൂട്ടം തീയിലേക്ക് പോകുന്ന കണ്ട് നിങ്ങൾ ഇന്ന് പോകരുതെന്ന് പറഞ്ഞാൽ അതിന് മനസ്സിലാകില്ല. നിങ്ങൾക്ക് അതിനോട് പറയണേ, നിങ്ങളൊരു ഉറുമ്പായിട്ട് ചെന്ന് പറഞ്ഞു നോക്കി, അതിന് മനസ്സിലാകും. അതുകൊണ്ടാണ് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ചു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയവനൊരു മനുഷ്യനായി വന്നു. ഹി ബിക്കേം എ മാൻ. ഇന്നും അവൻ മനുഷ്യനായിട്ട് തന്നെ ഇരിക്കുന്നു എന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ദൈവം ഒരുവനത്രേ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥൻ ഒരുവൻ, സർവർക്കും വേണ്ടി തന്നെത്താൻ മറുവിലയായി കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു. ദൈവം മനുഷ്യനായി വന്ന് മനുഷ്യത്വത്തിലൊരു ദൈവത്വം ഉണ്ടെന്ന് തെളിയിച്ചു. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞു. മനുഷ്യൻ്റെ അധികാരങ്ങൾ വെളിപ്പെടുത്താനാണ് കർത്താവ് ഇവിടെ വന്നത്, ദൈവത്തിൻ്റെ അധികാരങ്ങൾ വെളിപ്പെടുത്താനല്ല. വീണ്ടും ഞാൻ പറയാം, ദൈവത്തിൻ്റെ അധികാരങ്ങൾ വെളിപ്പെടുത്താനല്ല ദൈവം ഇവിടെ വന്നത്. പിന്നെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ശ്രേഷ്ഠ അധികാരമുള്ള വ്യക്തിയാണ് എന്ന് തെളിയിക്കാനാണ് ദൈവം ഇവിടെ മനുഷ്യനായിട്ട് ഇറങ്ങി വന്നത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അവൻ മനുഷ്യനായിട്ട് ഇവിടെ വന്നു. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ താൻ നിറയുന്നത് വരെ ഒരത്ഭുതവും ചെയ്തതായി നമ്മൾ വായിക്കുന്നില്ല. ചെയ്തോ? ഇല്ല. ചിലങ്ങനെ പറയാറുണ്ട്, കർത്താവ് കുഞ്ഞുനാളിൽ ഇങ്ങനെ മണ്ണ് കുഴച്ച് കിളിയുണ്ടാക്കി പറപ്പിച്ചെന്നൊക്കെ ഒരു കഥ ഉണ്ട്. പക്ഷെ കർത്താവ് മണ്ണ് പറിച്ച് കിളിയുണ്ടാക്കിയാലും നമ്മുടെ പിള്ളേരൊക്കെ ചെയ്യുന്ന പോലെ പേപ്പർ കൊണ്ട് വല്ല കിളിയും പറപ്പിച്ച് കാണുമായിരിക്കും. അടയാളങ്ങളുടെ ആരംഭമായി അവൻ എന്ത് ചെയ്തു? കാനാവിലെ കല്യാണത്തിന്, അങ്ങനെയാണ് താൻ ആദ്യത്തെ അടയാളം 30-ാം വയസ്സിലാണ്. അത് താൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശേഷമാണ്. അപ്പൊ കർത്താവ് ഇവിടെ തെളിയിച്ചത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. അവൻ തന്നെത്താൻ ഒഴിച്ചു. തൻ്റെ ദൈവികമായ ആ വലിപ്പം, മഹത്വം എവിടെ വെച്ചു? സ്വർഗത്തിൽ വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നു. എന്നിട്ട് പിതാവിന് കീഴ്പ്പെട്ട് പിതാവിനോട് ചോദിച്ച് ആത്മാവിനെ പ്രാപിച്ച് യേശു സ്നാനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ആമേൻ. ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആള് മാറുക. അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുന്നത്, യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർക്ക് അവരോട് പറഞ്ഞു, നിങ്ങൾക്കും ഞാൻ ഇതേ അധികാരം തരിക, പക്ഷെ അധികാരം തന്നെന്ന് പറഞ്ഞ് ഓടിപ്പോകരുത്, ആത്മാവിനെ പ്രാപിച്ചോണം. സ്തോത്രം. ശിഷ്യന്മാര് ഒന്നിച്ച് കൂടിയിരിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ മേൽ ഊതി. എന്നിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുമ്പോൾ നാം ക്രിസ്തുവിന് പകരം ഇവിടെ ആയിരിക്കുന്നു, അവനിരിക്കുന്നത് പോലെ നാമും ഈ ലോകത്തിരിക്കുന്നു. പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, ഞങ്ങൾ ക്രിസ്തുവിന് പകരം
ജനതകളോട് സുവിശേഷം പറഞ്ഞുകൊണ്ട് ദൈവത്തോട് നിരന്നോളാൻ പറയുക. ദൈവത്തോട് മനുഷ്യനെ നിരപ്പിക്കുന്ന നിരപ്പിൻ്റെ ശുശ്രൂഷ എനിക്കും നിങ്ങൾക്കും കർത്താവ് ഭരമേൽപ്പിച്ചു. അതാ കർത്താവ് പറഞ്ഞ, ആരുടെ പാപങ്ങളെ നിങ്ങൾ മോചിക്കുന്നോ അവർക്ക് എന്ത് ചെയ്യപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞാൽ, വഴിയെ പോകുന്നവരെല്ലാം വിളിച്ച് പാപം മോചിച്ച് പൊക്കോളം പറയുന്നതല്ല എൻ്റെ അർത്ഥം. പാപമോചനത്തിൻ്റെ മാർഗം ഇന്ന് ലോകത്തോട് അറിയിക്കാൻ എനിക്കും നിങ്ങൾക്കും ആ വഴി തന്നു. പാപമോചനത്തിന് വേണ്ടി മനുഷ്യൻ അതിലെ നെട്ടോട്ടം ഓടുമ്പോൾ നിങ്ങളെയും എന്നെയും നിരപ്പിൻ്റെ വചനം തന്ന് കർത്താവ് അയച്ചിരിക്കുക. നിങ്ങളും ഞാനും ഒരു വ്യക്തിയോട് യേശുവിനെ സ്വീകരിച്ചു, നിന്റെ പാപം ക്ഷമിക്കപ്പെടുമെന്ന് പറയാനുള്ള വലിയ അധികാരം പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കളാ എൻ്റെ മുമ്പിലിരിക്കുന്നു. ആ നിലയിൽ നിങ്ങൾക്ക് പാപമോചന അധികാരമുണ്ട്. കൈകൊടുത്ത് പറഞ്ഞാട്ടെ, പാപമോചന അധികാരമുണ്ട്. ചെല്ലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പത്രോസിനോട് കർത്താവ് പറഞ്ഞായിരുന്നു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ആരുടെ പാപങ്ങൾ മോചിക്കുന്നോ മോചിക്കപ്പെടും. അതുകൊണ്ട് പത്രോസിന് പ്രത്യേകം താക്കോൽ ഉണ്ടായിരുന്നെന്നും പത്രോസിന് പാപമോചന അധികാരം ഉണ്ടായിരുന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതേ അധ്യായത്തിൽ എല്ലാ ശിഷ്യന്മാരോടുമായിട്ട് പറഞ്ഞു, നിങ്ങൾ പാപങ്ങൾ നിർത്തുന്നവരുടെ നിർത്തിയിരിക്കുന്നു. അത് പത്രോസിനോട് മാത്രം പറഞ്ഞല്ല. ഇനി പത്രോസ് ആ പാപമോചന അധികാരം എങ്ങനെ കൈകാര്യം ചെയ്തതെന്ന് നോക്കിയാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ പറയണം. വഴിയെ പോകുന്നവരെയൊക്കെ പിടിച്ച് പാപം മോചിച്ചിരിക്കുന്നു പറഞ്ഞില്ല. പിന്നെ എന്ത് ചെയ്തു? അവൻ ദേശങ്ങളിൽ യേശുവിനെ പ്രസംഗിച്ചു. നിങ്ങൾ മാനസാന്തരപ്പെടുക, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുക, നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടും. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ചെന്നും പത്രോസ് എന്താ പ്രസംഗിച്ച? യേശു ഉയർത്തെഴുന്നേറ്റു, നസ്രായനായ യേശുവിനെ ദൈവം ഭൂമിയിൽ അയച്ചു, അവൻ മരിച്ചവിടെ നിന്ന് വരുത്തേറ്റു, അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ നാമനിമിത്തം പാപമോചനമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ വായിക്കുന്ന പത്രോസിന്റെ പ്രസംഗമുണ്ട്. അവിടെയും പറയാണ്, അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ നാമനിമിത്തം പാപമോചനമുണ്ട്. അപ്പൊ ഈ പാപമോചനം ക്രിസ്തുവിലൂടെ ഉണ്ടെന്ന് പറയുന്നതിലൂടെയാണ് നമ്മൾ പാപമോചനം കൊടുക്കുന്നത്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞു. ഞാനും നിങ്ങളും വാസ്തവത്തിൽ പാപത്തിൽ ജനിച്ചവരും പാപത്തിൽ വളർന്നവരും പാപമോചനം ലഭിച്ചെങ്കിൽ ഇപ്പോഴും പാപത്തിൻ്റെ സ്വാധീനമുള്ളവരുമാണ്. അല്ല, നമുക്കാർക്കും വേറൊരാളുടെ പാപത്തെ കഴുകിക്കളയാൻ സാധ്യമല്ല. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥലങ്ങളിൽ എവിടെയൊക്കെ ചെന്ന്, യെരുശലേമിൽ ചെന്ന് അവിടുത്തെ വെള്ളത്തിൽ കുളിച്ചാലും ഒരു മനുഷ്യൻ്റെയും പാപം പോകുകയില്ല. പീലാത്തോസ് അല്പം വെള്ളത്തിൽ തൻ്റെ പാപം കൈകൊണ്ട് കഴുകിക്കളയാൻ ശ്രമിച്ചെങ്കിലും പാപം കഴുകിപ്പോയില്ല. പക്ഷെ ഒന്നോർത്ത് നോക്കി, യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്, യേശുവിനെ ചീത്ത വിളിച്ച പത്രോസ്, പാപിയായ പത്രോസ് ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ വിശ്വസിച്ചപ്പോൾ ആ യേശുവിൻ്റെ രക്തം പത്രോസിൻ്റെ പാപത്തെ കഴുകി. ഉപദ്രവിച്ചവരുടെ പോലും പാപം കഴുകുന്ന യേശുവിൻ്റെ സ്നേഹരക്തത്തിനായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞാണ്. അതുകൊണ്ടാണ് ഇബ്രായ ലേഖനകാരൻ പറയുന്നത്, ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. പുണ്യാഹം എന്ന് പറയും, പുണ്യാഹം തളിക്കാന്നൊക്കെ കേട്ടില്ലേ? പുണ്യമാക്കുന്ന പുണ്യതീർത്ഥം, പുണ്യവെള്ളം, മനുഷ്യനെ പുണ്യമാക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ രക്തം മാത്രം. അത് ഭൗതികമായിട്ട് ഒഴുകുന്ന രക്തം എന്നല്ല അതിൻ്റെ അർത്ഥം. രക്തത്താൽ പ്രതിഷ്ഠിച്ച, തൻ്റെ രക്തം ചൊരിച്ചിലിനാൽ സ്ഥാപിച്ച ദൈവത്തോടുള്ള ഉടമ്പടി എന്ന് അതിൻ്റെ അർത്ഥം. അത് വിശ്വസിക്കുമ്പോൾ നിന്റെ പാപം ക്ഷമിക്കപ്പെടുകയാണ്. നിന്റെ പാപത്തിൻ്റെ പരിഹാരമായി ക്രൂശിൽ ഒരു യാഗം നടന്നു എന്ന് നീ സ്വീകരിച്ചാൽ മാത്രം മതി. ബലിയാടെന്നൊക്കെ കേട്ടിട്ടില്ലേ? ഒരാൾ തെറ്റ് ചെയ്തതിന് ഒരാടിനെ എന്താക്കുക? ബലിയാക്കുക. അത് ഭാരതീയ പുരാണ ചിന്തകളിലും അതുപോലെ തന്നെ യഹൂദന്മാരുടെ പഴയ നിയമത്തിലും എല്ലാം ബലി ആടുകളുണ്ട്. ആടുകളെ എന്ത് ചെയ്യുക? ബലി കഴിക്കുക. എന്നാൽ പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞു, ഇത്രയും ആടുകളെ ബലി കഴിച്ചാലും പാപമോചനം നടക്കുകയില്ല, എന്നാൽ ദൈവം ഒരാടിനെ അയക്കും. ആമേൻ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ യേശു നിന്നു. നമ്മുടെ എല്ലാവരുടെയും ആകൃത്യം പിതാവാം ദൈവം പുത്രന്റെ മേൽ ചുമത്തി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യേശു വരുന്നത് കണ്ടപ്പോൾ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയാ, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈ ലോകത്തിലെ പല ആടുകളെയും യാഗം കഴിച്ചിട്ടും പാപം മോചിക്കാതിരുന്നപ്പോൾ, ഒരു തീർത്ഥത്തിനും പാപം മോചിക്കാൻ കഴിയാതിരുന്നപ്പോൾ, ഒരു പുണ്യാഹ ജലത്തിനും, യെരുശലേമിലെ പുണ്യാഹ ജലത്തിനും തീർത്ഥത്തിനും അതേ മനുഷ്യന്റെ പാപം മോചിക്കാൻ കഴിയാതിരുന്നപ്പോൾ ഇതാ ഒരു പുണ്യാഹ രക്തം ചൊരിയപ്പെട്ടു. ആമേൻ. അതാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, അവൻ്റെ പുണ്യാഹ രക്തത്തിന് അടുക്കൽ അത്രേ നിങ്ങൾ ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്നു. ഹാബേലിൻ്റെ രക്തം എന്താ സംസാരിച്ച്? നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവയാം ദൈവം ഹാബേലിനെ കായിൻ ചേട്ടൻ അനിയനെ കൊന്നു അല്ലേ? ചേട്ടൻ്റെ അടുക്കൽ വന്നിട്ട് ദൈവം പറയുന്നുണ്ട്, നിന്റെ അനുജന്റെ രക്തം നീതിക്കായി എന്നോട് എന്ത് ചെയ്തു?
നിലവിളിക്കുന്നു. പ്രതികാരത്തിനായി നിലവിളിക്കുന്ന രക്തം അല്ലേ? ഈ ലോകത്തിൽ ചൊരിയപ്പെട്ട രക്തങ്ങളെല്ലാം എന്തിനു വേണ്ടി നിലവിളിക്കുന്നുണ്ട്? പ്രതികാരം നടത്തണം. അതിനാണല്ലോ കേസുകൾ കൊടുക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശുവിനെ ക്രൂശിച്ച രക്തം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പ്രിയപ്പെട്ടവരെ നോക്കി ഇങ്ങനെ പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്നറിയായകയാൽ ഇവരോട് ക്ഷമിക്കണമേ. തനിക്ക് അനീതി തന്നപ്പോൾ തിരിച്ചവരോട് ക്ഷമിക്കണമേ എന്ന് നിലവിളിക്കുന്ന രക്തമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ രക്തം മാത്രം. ലോകത്തിലെ ബാക്കി രക്തങ്ങൾ മുഴുവൻ, വാസ്തവത്തിൽ ഞാൻ ചോദിക്കട്ടെ, ലോകത്തിൽ എത്രയോ ആടുകളെ യഹൂദന്മാർ വെട്ടിയല്ലേ? ഒറ്റ ആടെങ്കിലും മനസ്സോടെ ചത്ത് കാണോ? ഇങ്ങനെ തലയൊക്കെ വെച്ച് പാപികളുടെ പാപം എൻ്റെ മേൽ ചുമത്തിയേക്ക്. നോ, ഒരൊറ്റ ആട് മാത്രമേ സ്വന്തം തോളിൽ ചല അയച്ച് അവൻ നമ്മുടെ എല്ലാം അകൃത്യം അവന്റെ മേൽ ചുമത്തി. അവൻ ക്രിസ്ത്യാനിയുടെ പാപത്തിന് വേണ്ടി മരിച്ചവനല്ല, യഹൂദന്റെ പാപത്തിന് വേണ്ടി മരിച്ചവനല്ല, മുഴുവൻ ലോകത്തിന്റെയും പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടത്രേ. ഇത് ഞാനും നിങ്ങളും അറിയണം. അവിടെ പാപം മോചിച്ചപ്പോൾ ഒരു കാര്യം കൊണ്ട് നടന്നു, സാത്താന്റെ പിടി പൊട്ടി. ഇനി ഒന്നും പറഞ്ഞ് നിങ്ങളിലെ എന്നെയും പിടിച്ചു വെക്കാൻ സാത്താനൊക്കത്തില്ല. അവരത് ചെയ്തു, ഇവർ മന്ത്രവാദം ഒന്നും നിനക്കിട്ടേക്കത്തില്ല. മനുഷ്യന്റെ പാപം വെച്ചാണല്ലോ സാത്താൻ മുതലെടുത്തത്, അല്ലേ? അല്ലേ? ഞാൻ ഒരാളോട് കടം മേടിച്ചു, അത് വീട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ ബ്ലേഡുകാരൻ എൻ്റെ വീട്ടിൽ വന്നിരിക്കാം, ഇറങ്ങിപ്പോകാൻ പറയാൻ എനിക്ക് ഒക്കില്ല. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന ഒരാൾ അയാളുടെ പൈസ കൊടുത്താൽ ഇറങ്ങടാന്ന് എനിക്ക് പറയരുതോ? ഇത് തന്നെ യേശുവിൻ്റെ, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ രോഗിയുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. പിശാചിന് മനസ്സിലാകുന്ന ഒരു പേരുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ പേരാ. എല്ലാ നാമത്തിനും മേലായ നാമം അവന് നൽകപ്പെട്ടു. ആ നാമം ഞാൻ പറയട്ടെ, ലോകത്തിലെ രാജ്യാധിപന്മാർക്ക് ഉപയോഗിക്കാനല്ല കൊടുത്തത്. തന്നിൽ വിശ്വസിക്കുന്ന സാധാരണക്കാരായ മക്കളോട് പറയുക, നിങ്ങൾ എന്ത് ചെയ്താലും എൻ്റെ നാമത്തിൽ ചെയ്തു. പഴയ നിയമത്തിൽ എൻ്റെ നാമം വൃഥാ എടുക്കരുതെന്ന യഹൂദനോട് പറഞ്ഞതെങ്കിൽ, ദാസന്മാരോട് പറഞ്ഞെങ്കിൽ മക്കളോട് പറയുക, എന്ത് ചെയ്താലും എൻ്റെ നാമം ഉപയോഗിച്ചു. എൻ്റെ നാമം നിങ്ങൾ ഉപയോഗിച്ചു. എൻ്റെ നാമം നിങ്ങൾ ഉപയോഗിച്ചു. എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, അത്ഭുതങ്ങൾ ചെയ്യും. നമുക്ക് വേണ്ടി ഇന്നും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇനി നമ്മൾ കർത്താവിലായി, ഇന്ന് നമ്മൾ പെർഫെക്റ്റ് ആണോ? അല്ല. അതാ പറയുന്നത്, ഇന്ന് നമുക്ക് വേണ്ടി ഈ യേശു ഒരു നല്ല മഹാപുരോഹിതനായി എവിടെ ഇരിക്കുക? പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് വാഴ്ചകൾക്കും അധികാരങ്ങൾക്കൊക്കെ അധിപനായിട്ടിരിക്കുന്നു. കൽപ്പിക്കാനുള്ള അധികാരം നമുക്ക് കിട്ടണേ കർത്താവ് ഇവിടെ ഇരിക്കുക. മാത്രമല്ല, ഇന്ന് എനിക്ക് വരുന്ന ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന ഒരു നല്ല മഹാപുരോഹിതൻ കൂടാ. ഇതിന് കർത്താവിന് പൈസ കൊടുക്കേണ്ട, നേർച്ച കൊടുക്കേണ്ട, വഴിപാട് കൊടുക്കേണ്ട എല്ലാം പിതാവ് തന്നെ കൊടുത്തു. നമ്മുടെ പിള്ളേർക്ക് വല്ലതും ഉണ്ടാക്കി കൊടുത്തിട്ട് ബില്ല് കൊടുക്കാറില്ലല്ലോ നമ്മൾ. ഈ നല്ല കർത്താവ് നമുക്ക് സകലവും സൗജന്യമായി തൻ്റെ ചങ്കിലെ ചോര ഊറ്റിത്തന്ന്, നിങ്ങളവനെ ദൈവമെന്നോ ഈശ്വരനെന്നോ എന്നെ വിളിച്ചു, ആ സർവശക്തനായ ദൈവം, ആ ഈശ്വരൻ, ആ പരമേശ്വരൻ, നമ്മളെ സൃഷ്ടിച്ചവൻ മനുഷ്യനായിട്ട് ഇവിടെ ഇറങ്ങി വന്നു, നമ്മുടെ ഇടയിൽ പാർത്തു, നമ്മുടെ വേദന അനുഭവിക്കാൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങൾ വളരെ സൗകര്യത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും പഠിക്കാൻ പോയി കഷ്ടപ്പാടിലായി, ബുദ്ധിമുട്ടിലായി, അല്ലെങ്കിൽ ഒരിടത്ത് പോയി ജോലി നഷ്ടപ്പെട്ടു ദാരിദ്ര്യത്തിലായാൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് അവിടെ ഇരിക്കാൻ പറ്റുമോ? അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ വീട്ടിൽ? ഇല്ല. എന്നതുപോലെ തന്നെയാണ് കർത്താവ് ഇവിടെ ഇറങ്ങി വന്നു. അവൻ തൻ്റെ മക്കളുടെ ഇടയിൽ വന്നു. അവർ ഭക്ഷിക്കുന്ന ഭക്ഷണം, അവരുടെ കഷ്ടതകളിൽ പങ്കാളിയായി. അവരുടെ കൂടെ നടന്ന ഈ നല്ല കർത്താവിനെ, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള പേരുള്ള ഇമ്മാനുവേലിനെ ദൈവമക്കളൊന്ന് ആരാധിക്കുമോ, സ്തുതിക്കുമോ? ഇത്ര നല്ലവനായ പ്രിയനെ എനിക്കൊന്ന് രുചിച്ചറിയാൻ കൃപ തന്നതിനായി ഒന്ന് കരമുയർത്തി നന്ദി പറഞ്ഞ് ഈ നല്ല കർത്താവിനെ അറിയാൻ ഭാഗ്യം കിട്ടിയതിന്. യേശു ഇന്നത്തെ ഇപ്പോഴത്തെ യേശുവാ. നിങ്ങളുടെ വീട്ടിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസിക്കണം, അത്ഭുതത്തിൽ വിശ്വസിക്കണം. യേശു ഇന്ന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും എന്ന് വിശ്വസിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ അത്ഭുതം നടക്കാൻ പോകാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ നന്ദിയോടെ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളിലും
അങ്ങയുടെ അത്ഭുത സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഫാദർ, ഐ പ്രേ ദറ്റ് യുവർ വണ്ടർഫുൾ പ്രസൻസ് വിൽ ഫിൽ എവറി പ്ലേസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകത്തെ. കണ്ടുകൊണ്ടിരിക്കുന്നവർ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി വിടുതലുണ്ടാകട്ടെ. കർത്താവെ, അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം. കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പുതിയ വഴികൾ തുറക്കപ്പെടട്ടെ. കണ്ടുകൊണ്ടിരിക്കുന്നവർ ഭാരത്തിലിരിക്കുന്നുവെങ്കിൽ യേശുവെ അത്ഭുത പ്രകാശം കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ സൂക്ഷിക്കുന്ന ദയക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ഇന്ന് അത്ഭുത സൗഖ്യങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക. വി ആർ വെരി വെരി ഈഗർലി വെയിറ്റിംഗ് ടു ഹിയർ യുവർ ടെസ്റ്റിമണി. ഇന്ന് കിടന്നുറങ്ങുന്ന മുമ്പേ ഉറക്കെ വിളിച്ച് പറയണം, ഇന്ന് രാത്രി ഞാൻ ഉറങ്ങി എഴുന്നേൽക്കുന്നത് പുതിയൊരു അത്ഭുത ദിവസത്തേക്കാണ്. ഐ എം ഗോയിങ് ടു സ്ലീപ്പ് ടു സീ അനദർ ഗ്രേറ്റ് മിറക്കിൾ ഇൻ ആൻ ലൈഫ്. ഗോഡ് ബ്ലെസ് യു. എൻ്റെ ജീവനിൽ നീ ചെയ്തതോർത്താ എൻ്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു. എൻ്റെ ജീവനിൽ നീ ചെയ്തതോർത്താ